ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കുടുംബത്തിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്ര സാർ, ആചാര്യ സുലേഖ മാം, മുഖ്യ അഡ്മിൻ അനിൽ അങ്കിൾ, അഡ്മിൻ പാനൽ അംഗങ്ങൾ, കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്കും എൻ്റെ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. കർക്കിടകം 1 തുടക്കം കുറിച്ച് കന്നി 5 സമാപ്തി കുറിക്കുന്ന ആത്മോപദേശ ശതകം യജ്ഞാചരണത്തിൻ്റെ 10ാം ദിവസമായ ഇന്ന് എനിക്ക് ഭഗവത് കൃപയാൽ മനനം ചെയ്ത് സമർപ്പിക്കുവാൻ ലഭിച്ചിരിക്കുന്നത് 10ാം ശ്ലോകമാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ്. ആത്മോപദേശ ശതകത്തിൻ്റെ ചെറിയൊരു ആമുഖത്തിലേക്ക് കടക്കാം. ആത്മോപദേശ ശതകം ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം ആധുനിക ശാസ്ത്രം പോലെയുള്ള ഒരു ശാസ്ത്രമല്ല. ആനുഭൂതിക ജ്ഞാനമുള്ള ഒരു ഋഷിയുടെ ഹൃത്താരത്തിൽ വിളഞ്ഞ അദ്വൈതമ ഗ്രന്ഥം കൂടിയാണിത്. അപ്പോൾ ഇതിനൊരു സമഗ്രതയുണ്ട്. സമഗ്രമെന്ന് പറയാൻ കാരണം ഇതിൻ്റെ പരിധിയിൽ വരാത്ത ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഗണനയിൽ പെടുന്നതും ഗണനയിൽ നിന്ന് കവിഞ്ഞതും ഉൾക്കൊള്ളാൻ പോരുന്ന ആനന്ദ വിശാലതയാണ് ആത്മോപദേശ ശതകത്തിനെ സമഗ്രമാക്കുന്നത്. പൂമ്പാറ്റകൾ പറന്നു നടന്നു കണ്ട് കൗതുകമൂറുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ബോധതലവും നിർവ്വാണത്തിൻ്റെ ധ്യാനവിഹായസിൽ അനുഭൂതി നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യോഗിയുടെ ബോധതലവും ഈ ശാസ്ത്രത്തിൻ്റെ ഒരേപോലെ ഇടം കണ്ടെത്തുന്നുണ്ട്. നമുക്കിനി 10ാം മന്ത്രത്തിലേക്ക് കടക്കാം. ഇരുളിലിരുപ്പവനാര് ചൊൽക നീയൻ ഒരുവനുരപ്പത് കേട്ടു താനുമേവം അറിവതിനായി അവനോടു നീയുമാരൻ അരുളുമിതിൻ പ്രതിവാക്യമേകമാകും. ഇതിൻ്റെ അർത്ഥവിശകലനത്തിലേക്ക് കടക്കാം. ഇരുട്ടിലിരിക്കുന്ന നീ ആരാണ് പറയൂ എന്ന് ഒരുവൻ ചോദിക്കുന്നത് കേട്ടിട്ട് അപ്രകാരം ഇരുളിലിരിക്കുന്നവനും ആരാണ് ചോദിച്ചതെന്നറിയാനായി ചോദ്യം ചോദിച്ചവനോട് നീയും ആരാണ് എന്നിങ്ങനെ ചോദിക്കും. ഇവരുടെ 2 പേരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്നു തന്നെയായിരിക്കും. ആത്മാവിൻ്റെ അനിഷേധ്യമായ ഉണ്മയെ തർക്കമില്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു പരീക്ഷണമാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. നല്ല ഇരുട്ടുള്ള മുറിയിലേക്ക് ഒരാൾ കടന്നു വരുന്നു. ആ മുറിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. കടന്നു വരുന്ന ആൾക്ക് മുറിയിൽ ആരോ ഉണ്ടെന്ന് തോന്നലുളവായപ്പോൾ ചോദിക്കുകയാണ്, ആരാണ് ഇരുട്ടത്തിരിക്കുന്നത്? അപ്പോൾ ഇരുട്ടത്തിരിക്കുന്ന ആൾ ഉത്തരം പറയും, ഞാനെന്ന്. ഇരുട്ടത്തിരിക്കുന്ന ആൾ കടന്നു വരുന്ന ആളിനോട് ഒരു മറുചോദ്യം ചോദിക്കും, നീ ആരാണ്? അപ്പോൾ അയാൾ പറയും, ഞാനെന്ന്. 2 പേരുടെയും ഉത്തരം ഞാനെന്ന് തന്നെ. ഈ 2 വ്യക്തികളിലും ഇരിക്കുന്ന ഞാനെന്ന സത്തയ്ക്ക് വ്യത്യാസമുണ്ടോ? അവധാനപൂർവം തിരിഞ്ഞു മനസ്സിലാക്കുകയാണെങ്കിൽ ഒരേ ഒരു സത്ത തന്നെയാണ് നമ്മളിൽ എല്ലാവരിലും ഞാനെന്ന ബോധത്തെ ഉളവാക്കുന്നത്. ഒരിക്കൽ കൂടി കൃതി ആലപിക്കാം. ഇരുളിലിരുപ്പവനാര് ചൊൽക നീയൻ ഒരുവനുരപ്പത് കേട്ട് താനുമേവം അറിവതിനായി
അവനോടു നീയുമാരൻ അരുളുമിതിൻ പ്രതിവാക്യമേകമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.